ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ പൈഗൺ വീണ്ടും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പൈഗണിൽ തന്നെ ടോർക്കി എന്നുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നമുക്ക് മെയിൻ ഹൈലൈറ്റ് കാണാനുള്ളത് ഈ ഒരു ഹാർബറാണ്. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ക്രൂയിസ് ബോട്ടുകൾ പോലത്തെ ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ കിടക്കുകയാണ് ഏക്കർ കണക്കിന്. ഈ ഒരു സമയത്തും നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാ ബോട്ടുകളും ഇങ്ങനെ അടുപ്പിച്ച് ചേർത്തിട്ടേക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങാനുള്ള ചെറിയ പാലങ്ങളൊക്കെ പോലെയുണ്ട്. ഈ ഒരു ഏരിയ നല്ല രസമുണ്ട് മൊത്തത്തിൽ. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ദൂരെ കാണാം കേട്ടോ, ബിൽഡിങ്ങുകൾ ഇങ്ങനെ കൊന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കുന്ന പോലെ ഉണ്ടോ. ഇങ്ങോട്ട് കടലും അങ്ങോട്ട് കുന്നും മലയും ആയിട്ടാണ് കിടക്കുന്നത്. നല്ല രസമാണ് ഈ ഒരു ഏരിയ കാണാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പൈഗൺ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. നമ്മൾ ഇന്ന് രാത്രി 12 മണിക്കാണ് ട്രെയിൻ കയറുന്നത്. ലണ്ടൻ കണക്ട് ചെയ്തിട്ടാണ് ട്രെയിൻ പോകുന്നത്. ഞാൻ നാളെ രാവിലെ 8 മണിക്കായിരിക്കും എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ യാത്ര ഇന്നിപ്പോൾ പോകുന്നത്. ഉണ്ടോ ഈ ഒരു ഹാർബർ കണ്ടോ നിങ്ങൾ? എത്രയധികം ബോട്ടുകളാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ഏക്കർ കണക്കിന് ബോട്ടുകൾ. അതിൻ്റെ ഒരു എൻട്രൻസ് അവിടെ കാണാം കേട്ടോ. ഈ എൻട്രൻസ് വഴി ഇങ്ങനെ കയറ്റിയിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ തിരേൻ്റെ ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതിലെടുത്ത് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ഒരു നല്ലൊരു പാർക്കെട്ട് അവിടെ ഉണ്ട് കേട്ടോ കടലിൽ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറ്റുമെങ്കിൽ നൈസായിരുന്നു. നല്ല ഒരു വൈബുണ്ട് ഇവിടെ. ഇങ്ങനെയൊക്കെ ചൂണ്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമായിരിക്കുള്ളൂ. സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടം വരെ ചെല്ലാം. ബോട്ടൊക്കെ ഇറക്കണമെങ്കിൽ ഇതിൽ തന്നെ ആയിരിക്കുള്ളൂ. ഇതിലൊക്കെ ഇറങ്ങി ഇറക്കൊക്കെ ചെയ്യാം വണ്ടി കൊണ്ട് വന്നിട്ട്. എന്താ ഞാനിങ്ങോട്ട് ഇവിടെ ഇറങ്ങിട്ടോ. ആ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടം വരെ വന്നു. ഇവിടെ കടൽ നാക്കൊക്കെ കിടപ്പുണ്ട്. വേണ്ടോ നമ്മുടെ നാട്ടിലെ ഈ കണവനാക്കെന്ന് പറയില്ലേ, കണവനാക്കാണിത്. കുറേ കിടപ്പുണ്ട് ഇവിടെ കണവനാക്ക്. നല്ല ആഴമായിരിക്കുള്ളൂ. ഇതിപ്പോൾ ഇവിടം വരെ നമുക്ക് ബോട്ടൊക്കെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ആണോ, നൈസാണ് എന്തായാലും. ഈ ഒരു ഷോപ്പിൽ മൊത്തം ഈ ചൂണ്ടകൾ ഇതൊക്കെ ഉണ്ട് വെക്കുന്നത്. ഉണ്ടോ ഒരു ചൂണ്ടകളൊക്കെ. ഇവിടുന്ന് ചൂണ്ട വാങ്ങിച്ചിട്ട് നമുക്ക് ചൂണ്ടയൊക്കെ ഇടാൻ പോകാനായിട്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ രസമായിരിക്കുള്ളൂ. ചൂണ്ടകളിൽ മീൻ കിട്ടുകയും ചെയ്യും. നല്ല മീനുകളൊക്കെ അയിലൊക്കെ ഉള്ള കടലാണിത്. UK അയില നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ട്രിപ്പ് സർവീസ് ഉണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾക്ക്. മീൻ പിടിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോയിട്ട് മീൻ പിടിക്കണത് കാണിക്കും. അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോഴേ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. നൈസ് ബ്രിഡ്ജാണ്. ഇങ്ങനെ ആ ഒരു ഹാർബറിന് ക്രോസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. നമുക്കതൊന്ന് കയറി നോക്കാം. എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ വെള്ളം അവിടെ കെട്ടി നിർത്താനുള്ളൊരു പരിപാടിയാണത്. ഉണ്ടോ ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ വെച്ചേക്കണോണ്ട് അവിടുത്തെ വെള്ളം എപ്പോഴും ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യും. ഓക്കെ, നമുക്കിത് ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഞാൻ ഈ ബ്രിഡ്ജ് കയറാൻ വന്നപ്പോഴാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഉണ്ടോ അവിടെ ഒരാൾ ബോട്ട് ശരിയാക്കുന്നുണ്ട്. ഉണ്ടോ ക്രൂയിസ് ഷിപ്പ് പോലത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫുൾ ബോട്ടുകളാണ്. അതിവിടെ ഇങ്ങനെ ടോർക്കിയോൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കയറി നോക്കാം. ഒരു കുഞ്ഞൊരു ബ്രിഡ്ജ്, ഒരു വെറൈറ്റി ബ്രിഡ്ജ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ്ങിന് വേണ്ടി ഒരു കണക്ട് ചെയ്തെടുക്കുന്ന ഒരു ബ്രിഡ്ജാണ്. സ്റ്റീലാണത്, സ്റ്റീൽ ബ്രിഡ്ജാണ്. നമ്മൾ കൊള്ളാണ്ടായത് വെറൈറ്റി ഡിസൈൻ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം നമുക്ക് ആ ഒരു ടൗൺ എങ്ങനെയാണെന്നുള്ളത്. ഉണ്ടോ മുകളിൽ ഇങ്ങനെ മലേൻ്റെ മുകളിലേക്കാണ് ബിൽഡിങ്ങുകൾ. ഇവിടെയൊക്കെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു ട്രാപ്പുകൾ, അതൊക്കെ കുറേ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത് ടോർക്കി മറീന കേട്ടോ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ടൗണിലേക്ക് കയറിയിട്ട് ടൗൺ വ്യൂവും കൂടി ഒന്ന് കാണാം നമുക്ക് മൊത്തത്തിൽ. അപ്പോൾ ഈ ഹാർബറിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഇരിക്കുന്നു. കണ്ടോ ഇത് ഹൈറ്റിലായിരിക്കുന്നത് നോക്കി. ആ ബിൽഡിങ്ങുകളൊക്കെ നല്ല ഹൈറ്റിലായിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ ഒരു പവേലിയനുണ്ട്, അത് അടച്ചിട്ടേക്കാണ്. നല്ലൊരു പാർക്കാണിത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്.
അപ്പോൾ ഈ ഒരു സ്മാരകം കാണുന്നത് ഇത് സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ച സൈനികർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ടോർക്കിയയിൽ മരിച്ച സൈനികർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്മാരകം കേട്ടോ. അടുത്തൊരു അട്രാക്ഷനൊക്കെ ഇതൊക്കെ തന്നെയാണ്, ഈ ഒരു പാർക്കും അതുപോലെ ഈ ഒരു ഹാർബറും. മൊത്തത്തിലൊരു നല്ലൊരു വൈബാണ് ഇവിടെ കാണാനായിട്ട്. ഒരു ചിൽ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. സമ്മറാകുമ്പോൾ കുറച്ചും കൂടി തിരക്കാവും. ഇപ്പോഴും തിരക്കുണ്ട്, പക്ഷേ സമ്മറാകുമ്പോൾ നല്ല തിരക്കാവും എന്നാണ് പറയുന്നത്. ടോക്കിയോ മ്യൂസിയം ആണ്. ഇതൊരു പ്രിൻസസിൻ്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് ഇവിടെ വരുമ്പോൾ. വേണ്ടോ എന്താ ആളെ നോക്കിക്കേ, ഇത്രയും ജനമാണ് ഇവിടെ. ഇവിടെ ഒരു ബീച്ചുണ്ട്, സൂപ്പർ ബീച്ചാണ്. ആ ഒരു ബീച്ചിൽ നമുക്ക് ഇറങ്ങിയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വളരെ കുറവാണ് ഇവിടെ മലയാളീസ്. പിന്നെ ഇതൊരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. ഇങ്ങനെ തീയോ എത്തിക്കുന്നത്. ഓ പിയർ പോയിന്റ് ബാർ റെസ്റ്റോറൻറ്റ്. ഒരു അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാണ്, ട്രിക്കാണത്. ഫയർ അതൊക്കെ ആ വീടുകളുടെ ഇത് കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നല്ല രസം. അപ്പോൾ അതിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ ഒരു സമയം എടുക്കുമല്ലോ. നല്ല ആൾക്കാർ തിരക്കണം ഇവിടെ. ഇവിടെ കുറേ പേര് ഇങ്ങനെ പട്ടീനെ കൊണ്ടേ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു നല്ലൊരു ബീച്ച് ഇത്. എനിക്ക് തോന്നുന്നു പാങ്ടൺ ബീച്ചിനേക്കാളും രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഒരു ചിൽ ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണിത്. നല്ല രസമുള്ളൊരു ബീച്ച്. അവിടെ ഇരിക്കാനായിട്ട് പടവുകളുണ്ട്, അതുപോലെ ഇറങ്ങി നടക്കാനായിട്ട് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. ഒരു റൗണ്ട് പോലെ കിടക്കുന്നത് നല്ലൊരു ബീച്ചാണത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നൊരു ഏരിയ ആണത്. അതാണ് ഇത്രയും തിരക്ക്. അപ്പോൾ ഞാനും ഇറങ്ങി ബീച്ചിലേക്ക്. ബീച്ചിലധികം പേര് ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും പുറത്തുനിന്ന് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കില്ല, അല്ലാതെ ബീച്ചിലേക്ക് ഇറങ്ങൽ കുറവാണ് കേട്ടോ. ഇവിടെ കുറേ പേര് ഫുട്ബോൾ കളിക്കുന്നത് എന്തോ ട്രെയിനിങ് എല്ലാവരിക്കും. കോച്ചാണെന്ന് തോന്നണം. അവിടെ ഒരു വയസ്സായിട്ടൊരാളുണ്ട്, കോച്ചായിരിക്കും ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ കുറേ പേര് വട്ടീനെ കൊണ്ട് കളിക്കുന്നുണ്ട്. നമുക്കിന്ന് വെള്ളത്തിൻ്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് നോക്കാം. വേണ്ട ഇവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ല ബീച്ച്, നല്ല റൗണ്ടായിട്ട് കിടക്കണതാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബീച്ചിൻ്റെ സ്ട്രക്ചറേ. നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിടക്കണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ഒരു ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ, മനസ്സിലായോ? ചെറിയ തിരമാലയുള്ളൂ കേട്ടോ, വലിയ തിരമാല ഇല്ല. ചെറിയ തിരമാല പാവലൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൽ കടൽ ജീവികളെ കിട്ടുമെന്ന് നോക്കട്ടെ ഇന്നലത്തെ പോലെ. ഒരു ഞണ്ടിൻ്റെ ഇത് കാണുന്നുണ്ട്, ഞണ്ടാണ്. വേണ്ട എന്തിനാ ഞണ്ടിൻ്റെ തോട. ഇതൊരു കടൽ ഞണ്ട് ചത്തെടുക്കുന്നത് കണ്ടോ, കടൽ ഞണ്ട്. ഇതിപ്പോൾ പൊതുവേ വെള്ളം ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്മറായി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ബീച്ച് നല്ല തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ വെയിൽ വന്നു തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ആൾക്കാർ സമ്മർ വെയറൊക്കെ ഇട്ടിട്ട് കുളിക്കാനും അതുപോലെ വെയിൽ കൊള്ളാനായിട്ടൊക്കെ വന്ന് കിടക്കുന്ന ഒരു സമയം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏപ്രിൽ മെയ് ജൂണൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലൊക്കെ ആവും. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ ഈ ബീച്ച് ഫുള്ള് ആളായിരിക്കും എന്നാണ് പറയുന്നത്. കുറച്ച് മണ്ണ് മാറി അതിലിടണം. പട്ടീനെ കൊള്ളാട്ടോ, ഭംഗിയുള്ളൊരു പട്ടി. രോമൊക്കെ പഠിച്ചളഞ്ഞേക്കണോണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇവിടേക്ക് ഇങ്ങനെ സീറ്റ് വെച്ചേക്കണേ, നല്ല രസമാണ് ഇവിടേക്ക് ഇരിക്കാനായിട്ട്. ഇങ്ങനെ പനിയുണ്ട്, നല്ല രസമാണ്. നല്ലൊരു പ്രത്യേക ഒരു വൈബ്. എന്തൊക്കെയോ സിനിമയാണ് എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഡ്രാമകളായിരിക്കും. ഇതാണ് ഒരു തിയേറ്ററാണത് ഇവിടുത്തെ. ഇവിടെ ഒരുപാട് ഡ്രാമകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നാടകം പോലെയൊക്കെ ഉള്ള സെറ്റപ്പുകൾ ഒരുപാടുണ്ട്. ഇതൊരു ഹോട്ടലാണ് കേട്ടോ, ടോർ ബേ എന്ന് പറഞ്ഞാൽ. നമുക്ക് ടൗണിൽ കയറാം. ആക്ച്വലി ഞാൻ വന്നത് ശരിക്കും പറഞ്ഞ കാറിനായിരുന്നു. നമ്മുടെ
ബ്രദറിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കാറിനാണ് വന്നത്. അപ്പോൾ ഞാൻ അവരോട് പോയിക്കോളാൻ പറഞ്ഞു. കാരണം ഞാനിങ്ങനെ നടന്ന് കാഴ്ച കണ്ടുവരുമ്പോഴേക്കും ഒരു നേരമാവും. ഒരുപാട് ക്യാസിനെ പോലെയൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ കയറി കണ്ട പോലെ തന്നെ സെറ്റപ്പുകൾ ഗെയിമിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ പിള്ളേർക്ക് ഇവിടെ ഇരുന്ന് കളിച്ച് വാട്ടറാണല്ലോ, കൊള്ളാമല്ലേ, ഒരുപാടുണ്ട്. നമ്മളവിടെ കണ്ട പോലെ പെൻഷനിൽ കണ്ട പോലെ തന്നെ സെറ്റപ്പ്. നമ്മൾ ഇവിടെ നിന്നാട്ട് സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ട് നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ ഈ റെസ്റ്റോറൻറ്റ്, ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ്. നമ്മൾ അവിടെയാണ് ഹാർബർ നമ്മൾ പോയത്. ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങോട്ട് നടന്നു നോക്കാം. സീകൾ നിൽക്കുന്നുണ്ടോ? അതിനൊരു കൂസലൊന്നുമില്ല. ഒട്ടും പേടിയില്ലാത്തൊരു പക്ഷിയാണ്. സാൻഡ്വിച്ച് ബാറാണോ സാൻഡ്വിച്ച് ആണോ എന്നറിയില്ല, രണ്ടും ഉണ്ടാവും മിക്കവാറും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റേറ്റ് നോക്കട്ടെ. നല്ല വിലക്കുറവുള്ള പോലെ തോന്നണം നമുക്ക്. 1 get 1 ഹാഫ് അഡിഡാസിന് സ്കെച്ചേഴ്സ് ഫീലേക്കൊക്കെ 30 പൗണ്ട്. കൂടുതലും ഗേൾസിന് പറ്റിയ ഷൂസാണ്. ഒരു വലിയൊരു പള്ളിയാണ് കേട്ടോ. അങ്ങോട്ടൊന്നും കയറുന്നില്ല നമ്മൾ. ഇതൊക്കെ നല്ല ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഇതൊക്കെയാണ്, ഷോപ്പുകളാണ് അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട്. ഷോപ്പിംഗ് ഏരിയ ആണിത്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ കാണുന്നത്. അതുപോലെ എസ്കേപ്പ് റൂമും ഉണ്ടോ, അത് നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളത് എസ്കേപ്പ് അടിക്കണം ആ റൂമിൽ നിന്ന് ബുദ്ധിപരമായിട്ട്. അത് സംഭവം അത് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. വിസ്കിൻ്റെ എന്തോ ഇതാണ്, കാടൊക്കെ ഉണ്ട്. ചെറിയ ബാർ റെസ്റ്റോറൻറ്റുകളാണ് അപ്പുറം അപ്പുറമൊക്കെ. നമ്മൾ UK വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പുകളിൽ പോകണം. ഇതൊരു ബ്രാൻഡാണ് സ്നാപ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ സ്റ്റുഡിയോസൊന്നുമില്ല ഇവിടെ. ഞങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വരണ്ടാവുന്നു. അത് നമ്മുടെ ലിങ്കണിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട്. ഇതൊരു ബ്രാൻഡായിട്ടാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതുണ്ട് നമ്മുടെ ക്യാഷ് കൺവേർട്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഷോപ്പ് നമ്മുടെ ലിങ്കണിലുണ്ട്. വിലക്കുറവൊന്നുമില്ല, അത് നല്ല വിലയൊക്കെ തന്നെ ഉണ്ട്. സ്വർണ്ണം അടക്കം ഉണ്ടാവും ഇവിടെ, അതാണൊരു പ്രത്യേകത. ഒരു സ്വർണ്ണക്കട പോലെ തന്നെയാണ്. ഇവിടെ ഒരു വാച്ച് ടവർ പോലെ കാണാത്ത ക്ലോക്ക് ടവർ അതൊക്കെ. നമുക്ക് എങ്ങോട്ടും പോകണ്ടെന്ന് നോക്കട്ടെ. ഇനി ഒരു കാത്തലിക് ചർച്ച് ഉണ്ട് ഇവിടെ. നമ്മളപ്പോൾ ആ സിറ്റിയിൽ നിന്ന് മാറി ഇപ്പോൾ ഉള്ളിലേക്ക് വന്നു. ഇതൊക്കെ ബിൽഡിങ്ങുകളുണ്ടോ, പഴയ ബിൽഡിങ്ങുകൾ. റേസ് ആണോന്ന് അറിയില്ല. സൈക്കിളിനെ ചേസ് ചെയ്യുന്നുണ്ട് രണ്ടും കൂടി. ഇത് കണ്ടോ, ഇത് ക്രിസ്റ്റൽസ് ഉണ്ടോ, കുറേ ടൈപ്പ് ക്രിസ്റ്റലുകൾ. അത് ഇതിനൊക്കെ 610 കുഞ്ഞു ക്രിസ്റ്റലുകളൊക്കെ ഉണ്ട്. റേറ്റ് കുറഞ്ഞുകൊണ്ട് റേറ്റ് കൂടിയതുണ്ട്. ഇതിനൊക്കെ ചെറുതിനൊക്കെ അതേ ഇതിനൊക്കെ 110 ക്രിസ്റ്റലുകൾ. കുറേ ഉണ്ട് കേട്ടോ ക്രിസ്റ്റലുകൾ, നല്ല ഭംഗിയാണ്. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. കുറേ ഇതൊക്കെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കണേ. നാച്ചുറലായിട്ടും ഇരിക്കുന്നുണ്ട് കുറേയൊക്കെ പോളിഷ് ചെയ്യാതെ. അപ്പോൾ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ഹാർബർ ഏരിയ തന്നെ എത്തിയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഹാർബർ തന്നെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങും. ഇവിടെ ഈ ആ ഒരു ഹാർബറിൻ്റെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു കാൽക്കരി ട്രെയിനാണ് നമ്മൾ ഇന്നലെ കയറണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തത്. പക്ഷേ അതൊന്നും നടന്നില്ലായിരുന്നു. അതിന് പൈസയും കൂടുതലാണ്. അതുപോലെ ഇവിടെ നമുക്ക് ബോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഡോൾഫിൻസിനെയൊക്കെ കാണാമെന്നാണ് പറയുന്നത്. കണ്ടോ, അവിടെ അരണ്യങ്ങൾ ഇരിപ്പുണ്ട് കുറച്ച്.
ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ബീച്ച് സൈഡിലുള്ള ഷോപ്പുകൾ പോലെ കുറേ ഐറ്റംസ് ഇങ്ങനെ കാണിച്ചു, കൂളിംഗ് ഗ്ലാസ് അതും ഇതൊക്കെ ആയിട്ട്. ഓ, ഇത് പട്ടിക്ക് തീറ്റിട്ട് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ കേട്ടോ, പെറ്റ്സിനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഏരിയ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാർബറും അതുപോലെ തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളും ഈ ഒരു വാക്ക് വേ ഒക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, സീ നെക്സ്റ്റ് വീഡിയോ, ബൈ.